അതായത് റോഡ് റെയിൽ കണക്ടിവിറ്റി അത് എൻഷുർ ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന കാര്യം. രണ്ടാമത്തേത്, പണി പൂർത്തിയാക്കാൻ കരാറിൽ സമയനിബന്ധന ഉണ്ടായിരുന്നു, അത് പാലിക്കാൻ അദാനി പോർട്സിന് കഴിഞ്ഞില്ല. അത് ആർബിട്രേഷനിലേക്ക് പോകാമായിരുന്നു, പക്ഷേ പദ്ധതി സ്വാഭാവികമായും തടസ്സപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സപ്ലിമെന്ററി കരാർ വലിയ അച്ചീവ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ കരാറിലുള്ള കമ്മിറ്റ്മെന്റ് പാലിക്കാത്ത കമ്പനി എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ശരിയായി കോൺഗ്രസ്? ഇല്ല, ഇപ്പോൾ ഓരോ കാര്യങ്ങളും അവർക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇപ്പോൾ റോഡ് കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, അത് സൂക്ഷിച്ച് വെച്ചിരിക്കണം ഈ ക്ലിപ്പിങ്. നാളെ അതിനി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫ്ലാഗ് ഓഫ് നടക്കുന്ന സമയത്ത്, ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇതിത്ര വലിയ കൊട്ടിക്കോഷിക്കേണ്ട കാര്യമില്ല എന്ന് അന്ന് പറയരുത്. അങ്ങ് ഉമ്മൻചാണ്ടിയുടെ കാലത്തുൾപ്പെടെ ആജീവനാന്ത കാലം ഇവിടെ മുടങ്ങിക്കിടന്ന NHA അവസാനിപ്പിച്ചു പോയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബൈപ്പാസ് പൂർത്തീകരിക്കാൻ, ദേശീയപാത, ഗെയില്, നമ്മുടെ ഇടമൺ കൊച്ചി പവർ പ്രോജക്റ്റ്, ഇവിടെ മലയോര ഹൈവേ, ഇതെല്ലാം പൂർത്തീകരിക്കാൻ സന്നദ്ധമായൊരു ഗവൺമെൻറ്റിന് ഇതും അനായാസം കഴിയും. എന്താണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് NHAയുടെ ചില നയങ്ങളെല്ലാം കാരണം ചില കാര്യങ്ങളിൽ നിന്നു പോകുന്നതാണ്. അല്ലാതെ ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രി നിരന്തരമായി നോക്കുന്നു. വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ പുരോഗതിയും പൂർത്തീകരണം ഉണ്ടാകും. പൂർത്തീകരണം ഉണ്ടാകുമ്പോഴും ഇത് വലിയ കാര്യം തന്നെയാണെന്ന് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തെടുത്ത് വെച്ച് അന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അന്നത് പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല എന്ന് അന്ന് പറയരുത്. ഇത്രയും അത് സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ ശ്രീ പ്രതിപക്ഷത്തിനെ വിളിച്ചില്ല, വന്നില്ല. നിങ്ങൾ നോക്കൂ, എന്നെ കല്യാണം വിളിച്ചില്ല, എന്നെ വെയിറ്റ് ചെയ്യൂ, എന്നെ കല്യാണം വിളിച്ചില്ല, എന്നെ കണ്ടിട്ടും കല്യാണം പറഞ്ഞില്ല, ഇല്ലെങ്കിൽ കല്യാണം എനിക്ക് വാട്സപ്പിലാണ് അയച്ചത്. ഇങ്ങനെയൊക്കെയാണോ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാര്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കേണ്ടത്? അദ്ദേഹം പ്രതിപക്ഷമായില്ല എന്നാണ് ശ്രീ VV രാജേഷ് പറഞ്ഞത്. രാജേഷേ, അദ്ദേഹം എപ്പോഴും പ്രതിപക്ഷമാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ശ്രീ എവിടെയാ നമ്മുടെ ഉമ്മൻചാണ്ടി, അല്ല പറയട്ടെ, ഉമ്മൻചാണ്ടി സാറിനെതിരെ CIAന്റെ റിപ്പോർട്ട് വന്നപ്പോഴും ഇതേ VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ റോളാണ് എടുത്തത്. ഞങ്ങൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എടുക്കുന്നില്ല എന്ന് പറയരുത്. അല്ല, വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയട്ടെ, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. എല്ലാ കാലവും പ്രതിപക്ഷം എന്നുള്ളത് ക്രെഡിബിലിറ്റി നിങ്ങൾ കളഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ മഹനീയതയും മഹത്വവും പിണറായി വിജയനെ സഹായിക്കാൻ റഹീം ഒരു പാർലമെന്റ് അംഗമാണ്. ഒരു പ്രതിപക്ഷ നേതാവിനെ കല്യാണം വിളിച്ചില്ല. ഞാൻ പറഞ്ഞത് വിളിക്കേണ്ടതില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണ് ഞാൻ പറഞ്ഞത്. വാസവൻ ക്ഷണിക്കേണ്ടതില്ല തീരുമാനിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് റഹീം പറയേണ്ടത്. റഹീം പറയേണ്ടത് അതിലൂടെ കേരളത്തിന്റെ ആരും ഒന്നും കേൾക്കില്ലല്ലോ.